ഇന്ന് നമുക്ക് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റിവെച്ച AK എന്ന ഗ്യാങ്സ്റ്ററിന്റെ കഥ പറയുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ AK കാണിക്കുന്നത്. AK ആരാണെന്ന് ഒരു അനിമേഷൻ സ്റ്റോറി വഴിയാണ് പറയുന്നത്. ഈ AK ഒരു പേര് കേട്ട ഒരു ഗ്യാങ്സ്റ്റർ ആണ്. റെഡ് ഡ്രാഗൺ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മുൻപ് ബില്ല എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അറിയുന്നത് റെഡ് ഡ്രാഗൺ എന്നാണ്. എന്നാൽ ഈ റെഡ് ഡ്രാഗനെ എല്ലാവർക്കും പേടിയാണ്. ഈ AK രമ്യ എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അവർക്കൊരു ആൺകുഞ്ഞും ജനിക്കുകയാണ്. ഇത്രയും ഗ്യാങ്സ്റ്ററായി നടന്ന ആള് പെട്ടെന്ന് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായി ഒതുങ്ങിപ്പോകുമല്ലോ. അതുപോലെ തന്നെ AKയുടെ ജീവിതത്തിലും സംഭവിക്കുകയാണ്. AKയ്ക്ക് കുഞ്ഞ് ജനിച്ചതറിഞ്ഞ് AK കുഞ്ഞിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. എന്നാൽ AKയോട് ശത്രുതയുള്ള ഒരുപാട് പേരാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ വളയും. എന്നാൽ അവരെ എല്ലാവരെയും തല്ലി രക്തക്കറയോടെയാണ് കുഞ്ഞിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത്. അത് കാണുന്ന രമ്യ എല്ലാം ഉപേക്ഷിച്ച് വന്നാൽ മാത്രമേ കുഞ്ഞിനെ കാണിക്കൂ എന്ന് AKയോട് പറഞ്ഞു. AK ആണെങ്കിൽ ഞാൻ ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് വരും. ചിലപ്പോൾ നീ ആദ്യമായിട്ട് കമിഴ്ന്നു വീഴുമ്പോൾ, നീ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ, നീ ആദ്യമായിട്ട് നടന്നു തുടങ്ങുമ്പോൾ, നീ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴൊന്നും ഞാൻ നിന്റെ കൂടെ കാണണമെന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരും. അന്ന് നീ അച്ഛാന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് പറഞ്ഞ് സത്യം ചെയ്തു കൊടുത്തിട്ടാണ് AK അവിടെ നിന്ന് പോകുന്നതും. AK അത്രയും വലിയ ഗ്യാങ്സ്റ്റർ ആയതിനാൽ AKയെ പിടികൂടുവാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ആ വിവരം അറിഞ്ഞ് AK നേരിട്ട് കോടതിയിൽ പോയി ഹാജരാവുകയാണ് ചെയ്തത്. അങ്ങനെ AKയെ കോടതി ശിക്ഷിക്കുന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. AKയുടെ ഭാര്യയായ രമ്യയും മകനായിട്ടുള്ള വിഹാനും ഇപ്പോൾ സ്പെയിനിലാണ് താമസം. അവിടുത്തെ ലീഗൽ അഡ്വൈസറാണ് രമ്യ. AK ഇപ്പോൾ ജയിലിലാണെന്ന കാര്യം രമ്യയ്ക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ എവിടെയോ എന്തൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണെന്നാണ് രമ്യ കരുതിയിരിക്കുന്നതും. എന്നാൽ മകനാണെങ്കിൽ ഇതുവരെയും അച്ഛനെ കണ്ടിട്ടേയില്ല. അച്ഛൻ എവിടെയാണുള്ളതെന്ന് പോലും അമ്മയായ രമ്യ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. മകനായ വിഹാന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളുടെ പേരാണ് നിത്യ. വിഹാൻ പഠിക്കുന്നിടത്ത് കോൺവൊക്കേഷൻ നടക്കുകയാണ്. അതിനെങ്കിലും അച്ഛൻ വരുമെന്ന് കരുതി അച്ഛനെ കാണിക്കുവാനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കാമെന്നും വിഹാൻ തീരുമാനിക്കും. അച്ഛനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം വിഹാനുണ്ട്. പക്ഷെ AK വരത്തില്ല. AKന് 3 മാസം കൂടിയുണ്ട് ജയിലിൽ നിന്ന് റിലീസ് ആകുന്നതിന്. പക്ഷെ ഇക്കാര്യമൊന്നും രമ്യയ്ക്കും വിഹാനും അറിയത്തില്ല. രമ്യയുടെയും AKയുടെയും ഫാമിലി ഫ്രണ്ടാണ് ജയപ്രകാശ് എന്നൊരാൾ. ഈ ജയപ്രകാശിനോട് രമ്യ പറയുന്നുണ്ട്, ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്ന ആളിനെ നല്ലവനെന്ന് പറഞ്ഞില്ലേ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്, എന്നിട്ടിപ്പോൾ അനുഭവിക്കുന്നത് ഞാനും എന്ന് പറയുമ്പോൾ ജയപ്രകാശ് ചോദിക്കുന്നത്, അതിന് അവൻ എന്താ കുഴപ്പം, അവൻ നല്ലവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നത്, ആ നല്ലവനോ, എന്റെ അച്ഛനെ കാറിൽ നിന്ന് തള്ളിയിട്ടവനാ, അങ്ങനെയുള്ള ആളാണോ നല്ലവനെന്നൊക്കെ രമ്യയും പറയുന്നു. മറ്റൊരു വശത്ത് ബോംബെ ജയിലാണ് കാണിക്കുന്നത്. അവിടെ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണ് കിങ്സ്ലി. ഈ കിങ്സ്ലി കിടക്കുന്ന അതേ സെല്ലിൽ തന്നെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അയാളും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ജയിലിൽ ചാടുവാനായും തീരുമാനിച്ച് അവിടെയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും ഫുഡിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു. പോലീസുകാരെല്ലാവരും ഉറങ്ങിയ തക്കം നോക്കി ആ ജയിലിൽ കിടക്കുന്ന പ്രതിയും അയാളുടെ കൂട്ടാളികളും രക്ഷപ്പെട്ടു പോകുവാനായി നോക്കുന്നു. ഓരോ സെല്ലുകളായി തുറക്കും. എന്നാൽ ഒരു സെല്ല് മാത്രം തുറക്കാനായും പറ്റുന്നില്ല. അതിനുള്ളിൽ ആരോ നിൽക്കുന്നുണ്ട്. ആരാടാ എന്നൊക്കെ ഈ പ്രതികൾ ചോദിക്കുന്ന സമയത്ത് കണ്ണ് മാത്രം കാണിക്കും. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് ആ സെല്ലിൽ നിന്നും ആള് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതും പോലീസ് വേഷത്തിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ AK ആയിരുന്നു. ഇവിടെ നിന്ന് ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അടിച്ചൊതുക്കി സെല്ലിലേക്കും കയറ്റി. കിങ്സ്ലിയോടൊപ്പം ജയിലിൽ കിടന്ന ആളാണല്ലോ ജയിലിൽ ചാടുവാനായി നോക്കിയത്. അയാൾ പറയുന്നുണ്ട്, ഇവൻ പോലീസായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കിങ്സ്ലി പറയും, പോലീസ് ഒന്നുമല്ല, അവൻ നമ്മളെ പോലെ ഒരു പ്രതിയാ. പക്ഷേ അവൻ അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ റൗഡിത്തരവും വിട്ടിട്ട് ദേ ഇപ്പോൾ ജയിലിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടായി ഇങ്ങനെയെന്നൊക്കെയുള്ള കാര്യം കിങ്സ്ലി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് AK ആ ഒരു പ്രതിയുടെ സെല്ലിലേക്ക് വന്നിട്ട്, എടാ, കുടുംബത്തിന് വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇവിടെ കിടന്നിട്ട് സമയമാകുമ്പോൾ നല്ലവനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുവാനായിട്ടും പറഞ്ഞിട്ടാണ് AK അവിടെ നിന്ന് പോകുന്നതും. ആ ജയിലിൽ തന്നെയുള്ള ഒരു പോലീസുകാരനുമായിട്ട് AK നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പോലീസുകാരന്റെ വേഷമൊക്കെ ഇട്ട് ദേ ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്നതും. AKയുടെ മകൻ വിഹാൻ AKയെ നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോ കോൾ വഴിയാണ് അവർ സംസാരിക്കുന്നതും. മകനായ വിഹാൻ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് AK വലിയൊരു ബിസിനസ്സുകാരനാണ്, പിന്നെ വലിയൊരു കമ്പനിയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ തോന്നിക്കുവാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യും. അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു ജയിലിലെ തന്നെ മേലധികാരിയാണ്. വിഹാൻ തന്റെ അച്ഛനായ AKയോട് സംസാരിക്കുന്ന സമയത്ത് വിഹാൻ പറയുന്നുണ്ട്, തനിക്ക് കോൺവൊക്കേഷൻ നടക്കാൻ പോവുകയാണ്, അച്ഛന് ഉറപ്പായും വരണമെന്നൊക്കെ വിഹാൻ വാശി പിടിക്കും.
വിഹാന്റെ സംസാരമൊക്കെ കേട്ട് സങ്കടം വന്ന എ കെ ആണെങ്കിൽ തന്റെ മേലധികാരിയോട് എങ്ങനെയെങ്കിലും തനിക്ക് പുറത്തിറങ്ങണം, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും പറയുന്നു. മകന്റെ കോൺവൊക്കേഷന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് എ കെ അങ്ങനെ പറഞ്ഞതും. എ കെയോട് സഹതാപം തോന്നിയ മേലുദ്യോഗസ്ഥൻ തന്റെ പവറൊക്കെ ഉപയോഗിച്ച് എ കെ റിലീസ് ചെയ്യുകയാണ്. എ കെക്കാണെങ്കിൽ തന്റെ മകന്റെ അടുത്തേക്ക് പോകാമെന്ന സന്തോഷവും. ജയിലിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് എ കെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നതും. എ കെയെ കൊണ്ടുപോകുവാനായിട്ട് എ കെയുടെ റൈറ്റ് ഹാൻഡായ ടൈസണും ജയിലിന് പുറത്തുണ്ട്. മാത്രമല്ല എ കെ കാത്ത് ബോംബെ എയർപോർട്ടിൽ രമ്യയും ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ രമ്യയും എ കെയും കണ്ടുമുട്ടുന്നതും. രമ്യ ഓടി വന്ന് എ കെയെ കെട്ടിപ്പിടിക്കും. എ കെ ഒരു ബിസിനസ്സുകാരനാണെന്നാണ് രമ്യ കരുതിയിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തോടു കൂടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും. ജയിലിലാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പ്രണയമൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അതിനുശേഷം അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന് കൊടുക്കുവാനായിട്ട് വിഹാനൊരു ഡ്രസ്സ് വാങ്ങി വെച്ചിരുന്നു. ആ ഡ്രസ്സും രമ്യ എ കെക്ക് കൊടുക്കും. ഡ്രസ്സും ഇട്ട് എ കെ വരുന്ന സമയത്ത് രമ്യ തന്നെ ഞെട്ടിപ്പോകുന്നു. കോട്ടും സൂട്ടും ഒക്കെ മാറ്റി ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സിൽ ഇറങ്ങി വരുന്നത് കണ്ടാണ് രമ്യ ഞെട്ടിപ്പോകുന്നതും. രമ്യയ്ക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ 3 പേരും സ്പെയിനിലേക്ക് പോകുവാനായിട്ട് തീരുമാനിക്കുന്നതും. പോകുന്നതിന് മുൻപ് തനിക്കൊരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്നും എ കെ പറയുന്നു. അങ്ങനെ അത് കഴിക്കുവാനായിട്ട് വഴിയിൽ ഒതുക്കിയ സമയം കുറെ ഗുണ്ടകളാണെങ്കിൽ എ കെയുടെ വണ്ടിയിൽ കൊണ്ടുവച്ചിരിക്കും. എന്നിട്ട് എ കെയുടെ അടുത്ത് വന്നിട്ട്, എ കെ, നീ പഴയതുപോലെ നിന്റെ സ്ഥാനം പിടിച്ചെടുക്കുവാനായി ശ്രമിക്കുകയാണോ ഇവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് എ കെക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. പക്ഷെ എ കെ വലിയ പ്രശ്നത്തിനൊന്നും നിൽക്കത്തില്ല. കാരണം എല്ലാം ഉപേക്ഷിച്ച് തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം ജീവിക്കുവാനായിട്ട് എ കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് രമ്യയും ടൈസനെയും കൂട്ടി പോവുകയാണ് എ കെ. എയർപോർട്ടിലെത്തി സ്പെയിനിലേക്ക് പോകുവാനായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് തന്നെ രമ്യ പറയുന്നുണ്ട്, നീ എന്നോടൊപ്പം സ്പെയിനിൽ വരണ്ട. നിന്നെ കാരണം നമ്മുടെ മകൻ എന്തെങ്കിലും ആപത്ത് പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രമ്യ ഒറ്റയ്ക്കാണ് സ്പെയിനിലേക്ക് പോകുന്നതും. രമ്യ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എ കെ തന്റെ താവളത്തിലേക്ക് വരും. അവിടെ ആർക്കും അറിയാതെ ഒരു രഹസ്യ അറയുണ്ട്. ആ അറ തുറക്കുമ്പോൾ അവിടെ മുഴുവൻ ആയുധങ്ങളായിരുന്നു, വിവിധ തരത്തിലുള്ള തോക്കുകൾ. അത് കാണുന്ന ടൈസൺ എ കെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും അതിന് വിപരീതമാണ് നടന്നത്. എ കെ നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെല്ലാം എടുത്ത് ഇരുമ്പൊക്കെ നശിപ്പിക്കുന്ന മെഷീനിലിട്ട് അത് നശിപ്പിച്ച് കളയുന്നു. അത് കാണുന്ന ടൈസൺ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഈ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കതൊക്കെ എടുത്ത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നത്. അതില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് എ കെ പറയുന്നതും. അതിനുശേഷം തന്റെ മകൻ പഴയ ഒരു ചരിത്രവും തന്നെ കുറിച്ചുള്ളത് അറിയരുത് എന്ന് ചിന്തിച്ച എ കെ തന്നെ പറ്റി സമ്മതിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കത്തിച്ചു കളയുകയാണ്. പഴയ ഫോട്ടോ, പഴയ പാസ്പോർട്ട്, അതുൾപ്പെടെ എല്ലാം കത്തിച്ചു കളയും. അതിനുശേഷം ടൈസനെയും കൂട്ടി ബോംബെയിലുള്ള ഒരു തെരുവിലൂടെ നടന്നു പോകുന്നു. ആ തെരുവ് മുഴുവൻ ബോംബെയിലുള്ള റൌഡികളുടെ കയ്യിലാണ്. എ കെ കാണുന്ന റൌഡികളാണെങ്കിൽ ഈ പോകുന്നത് എ കെ ഇല്ലേ, എ കെ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലത്തെത്തും. എ കെ ഫോളോ ചെയ്ത് അവിടെയുള്ള ഗുണ്ടകളെല്ലാം എത്തുകയാണ്. എന്നാൽ ഒരു താടിക്കാരൻ മാത്രം അകത്തേക്ക് കയറുന്നില്ല. എന്താ നിങ്ങൾ വരാത്തതെന്ന് ഒരാൾ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, എ കെ അവന്റെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാര്യമായുണ്ട്. നീ പോയി അതെല്ലാം കേട്ടിട്ട് വാ എന്നും ആ ഒരു താടിക്കാരൻ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ എ കെ കാണുവാനായിട്ട് ആ നാട്ടിലെ തന്നെ പേര് കേട്ട പഴയ ഒരു റൌഡി എത്തുന്നു. അയാളിപ്പോൾ വയസ്സായിരിക്കുകയാണ്. എന്നാൽ ആ വന്ന പഴയ ഗ്യാങ്സ്റ്ററിന്റെ മനസ്സിൽ തോന്നുന്നത്, ഇവൻ എന്റെ സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ടാണോ വന്നിരിക്കുന്നത് എന്നയാൾ ചിന്തിക്കും. എന്നാൽ അതെല്ലാം മനസ്സിലാക്കി എ കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആരുടെയും സ്ഥാനം പിടിച്ചെടുക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത് എന്ന് എ കെ പറയും. അതേസമയം തന്നെ എ കെ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുപേർ വന്ന് പ്രശ്നമുണ്ടാക്കിയല്ലോ. അതിലൊരു പയ്യനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അവൻ വീണ്ടും അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. എ കെയുടെ സ്ഥാനം തട്ടിയെടുക്കാനുള്ള പ്ലാനാണ് അവന്. എ കെ ജീവനോടെ ഇരുന്നാലല്ലേ അവൻ ആ സ്ഥാനം കിട്ടാതെയുള്ളൂ. അതുകൊണ്ടാണ് അവൻ എ കെ കൊല്ലുവാനായി നോക്കുന്നതും. ആ കിടന്ന് തുള്ളിക്കൊണ്ട് നിന്ന പയ്യനെ ആ ഒരു പഴയ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ അടക്കി നിർത്തുകയാണ്. എന്നിട്ട് എ കെയോട് പറയുന്നുണ്ട്, ഇവൻ ആളറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒന്ന് ക്ഷമിക്കണമെന്നും എ കെയോട് പറയുന്നു. എന്നാൽ അത് കേട്ട് എ കെ പറയുന്നത്, നിങ്ങളും ഞാനുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്നിട്ടുമില്ല. അതുകൊണ്ട് എന്റെ വഴിയിൽ ആരും വരരുതെന്ന് എ കെ അവരെ വിരട്ടിയിട്ട് അവിടെ നിന്നിറങ്ങുന്നു. അതേ സമയത്തായിരുന്നു രമ്യയുടെ കോൾ വരുന്നതും. നമ്മുടെ മകൻ വിഹാനെ കാണാനില്ല, എനിക്ക് തോന്നുന്നത് ആ മുംബൈ ഗ്യാങ് കടത്തിക്കൊണ്ടു പോയത് എന്നൊക്കെ രമ്യ പറയുന്നു. അത് കേട്ട് എ കെയും വല്ലാതെ ടെൻഷനാവുകയാണ്. പോകുവാനായി ഒരുങ്ങുന്ന എ കെ എന്നാൽ പോകാതെ തിരിച്ച് നേരെ ആ ഒരു ഹോട്ടലിനുള്ളിലേക്ക് തന്നെ കയറും. എന്നിട്ട് ടൈസനോട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, ആഹാരം വേണമെന്ന്. ഉടനെ തന്നെ ടൈസൺ തന്റെ കൈവശമുണ്ടായിരുന്ന ലഞ്ച് ബോക്സ് ഓപ്പൺ ആക്കുന്നു. പക്ഷേ അത് ലഞ്ച് ബോക്സ് ആയിരുന്നില്ല, അതൊരു ആയുധ ബോക്സ് ആയിരുന്നു. എ കെക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയുധങ്ങളൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നിട്ട് എ
കെ ആണെങ്കിൽ അവിടുത്തെ മുഴുവൻ കതവുകളും ക്ലോസ് ചെയ്യുകയാണ്. പുറത്തൊരു താടിക്കാരനുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അയാളാണ് കഥകളെല്ലാം ക്ലോസ് ചെയ്യുന്നതും. എന്നാൽ അത് കാണുന്ന ആ ഒരു പഴയൊരു ഗാങ്സ്റ്ററുണ്ടല്ലോ, അയാൾ പറയുന്നത്, ഈ പ്രശ്നവുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. എന്നാൽ ബാക്കിയുള്ള റൗഡികളെല്ലാം അവിടെയുണ്ടല്ലോ, എല്ലാവരും എ കെ വളയുന്നു. എ കെ ചോദിക്കുന്നുണ്ട്, എന്റെ മകൻ എവിടെയാണെന്ന് പറയാതെ ഒരെണ്ണം പോലും ഇവിടെ നിന്ന് പുറത്തു പോകില്ല എന്ന് പറയും. എന്നാൽ ഈ എ കെ പഴയ റൗഡി ആയതിനാൽ എല്ലാവർക്കും എ കെയോട് വല്ലാത്തൊരു ദേഷ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എ കെയെ പഞ്ഞിക്കിടുവാനായി നോക്കും. പക്ഷേ നടക്കത്തില്ല. എ കെ എല്ലാത്തിനെയും അടിച്ച് തകർക്കുകയാണ്. ഓരോരുത്തരെയായി നന്നായിട്ട് ഇടിച്ചു പിഴിയുന്നു. അതേ സമയമായിരുന്നു എ കെക്ക് രമ്യയുടെ സഹോദരനിൽ നിന്നും കോള് വരുന്നത്, അതും സ്പെയിനിൽ നിന്ന്. വിഹാനെ കിട്ടിയിട്ടുണ്ട്. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവനെ കടത്തിക്കൊണ്ടുപോയത് ബോംബെ ഗ്യാങ്ങൊന്നുമല്ല, അവനിതേ സ്പെയിനിലുള്ള ആരുമാണ് കടത്തിക്കൊണ്ടു പോയതെന്നും രമ്യയുടെ സഹോദരൻ പറയുന്നു. വിഹാനെ കിട്ടിയെന്നറിഞ്ഞപ്പോഴാണ് എ കെക്ക് സമാധാനമായതും. അങ്ങനെ എ കെ ബോംബെയിലുള്ള ആ ഗുണ്ടകളെല്ലാം വിട്ടിട്ട് നേരെ സ്പെയിനിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്പെയിനിൽ വന്നിറങ്ങുന്ന എ കെ ആണ്. എ കെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് രമ്യയുടെ സഹോദരനാണ് എത്തുന്നതും. എ കെ നേരെ കൊണ്ടുപോകുന്നത് വീട്ടിലേക്കല്ല, കോർട്ടിലേക്കാണ്. അവിടെ വിഹാനുണ്ട്. വിഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് കാരണം വിഹാന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് കിട്ടി. മാത്രവുമല്ല, വിഹാനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവന്റെ ബ്ലഡിലും മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട്. അവൻ അത് ഉപയോഗിച്ചതിന് അത് തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. അതെല്ലാം അറിഞ്ഞ രമ്യ പറയുന്നത്, ഒരിക്കലും വിഹാൻ അങ്ങനെ ചെയ്യത്തില്ല, നിങ്ങളുടെ ശത്രുക്കൾ ആരുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് രമ്യ വല്ലാതെ ഇമോഷണൽ ആകുന്നു. എന്നാൽ എക്ക് നേരെ വരുന്നത് വിഹാനെ കാണുവാനായിട്ടാണ്. വിഹാനെ ഇപ്പോൾ കോടതിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് എ കെ ചോദിക്കുമ്പോൾ വിഹാൻ പറയും, ഞാനും എന്റെ ഗേൾഫ്രണ്ടായ നിത്യയും ഒരു ലോങ് ഡ്രൈവ് പോവുകയായിരുന്നു. എന്നാൽ അവിടെ പെട്ടെന്ന് കുറച്ചുപേർ വന്നിട്ട് ഞങ്ങളോട് ഒരുപാട് പ്രശ്നമുണ്ടാക്കി. അവർ നിത്യയെ വെടിവെച്ച് കൊന്നു. എന്നെ കൊല്ലുവാനായിട്ട് എന്റെ തലക്കടിച്ചു. പക്ഷെ എന്റെ ബോധം പോയി. എന്നാൽ ഞാൻ പിന്നീട് ഉണർന്നു നോക്കുന്ന സമയത്ത് ഞാൻ കാറിൽ തന്നെയുണ്ട്. പക്ഷെ എന്റെ കാറിൽ ഒരുപാട് മയക്കുമരുന്നുമുണ്ടായിരുന്നു. മാത്രമല്ല, എനിക്ക് നന്നായിട്ട് ബോധം പോകുന്നത് പോലെയും തോന്നിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ലെന്നും വിഹാൻ പറയും. അത് കേട്ട് എ കെ ചോദിക്കുന്നുണ്ട്, ഈ വന്നവരെ നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ കണ്ടിട്ടുണ്ട്. മുൻപ് ഞാനും നിത്യയും കോഫി ഷോപ്പിൽ ഇരുന്ന സമയത്ത് ഇതേ ഗ്യാങ് ഞങ്ങളോട് വന്ന് ഒരു കാര്യവുമില്ലാതെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. അല്ലാതെ അവരെയൊന്നും ഞങ്ങൾക്കറിയത്തില്ല എന്നും വിഹാൻ പറയുന്നു. നീ പേടിക്കണ്ട, നിന്നെ എന്തായാലും ഞാൻ രക്ഷിക്കുമെന്നും എ കെ പറയും. എ കെ ഗ്യാങ്സ്റ്റർ ആണെന്ന കാര്യം വിഹാന് മനസ്സിലായിട്ടുണ്ട്. വിഹാൻ അത് ചോദിക്കുന്ന സമയത്ത് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ എ കെ, അതെ, ഞാനൊരു ഗ്യാങ്സ്റ്റർ ആണ്. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ജയിലിൽ പോയത് നിനക്ക് വേണ്ടിയിട്ടാ. എന്നിട്ട് ഞാനിപ്പോൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ നീ ജയിലിലേക്ക് പോയോ? നിന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഞാൻ ഉറപ്പായും രക്ഷിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് എ കെ അവിടെ നിന്ന് പോകുന്നതും. എ കെ നേരെ വന്നത് വിഹാൻ പറഞ്ഞ ആ ഒരു കോഫി ഷോപ്പിലേക്കാണ്. കോഫി ഷോപ്പിൽ വന്നിട്ട് അതിന്റെ ഓണറെ അടിച്ചു വിരട്ടി ആരാണ് അന്ന് അവരോട് പ്രശ്നമുണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്ത്, എനിക്കറിയത്തില്ല, മാത്യുവും ഗ്യാങ്ങുമാണ്, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല, ആ മാത്യുവിന്റെ ആൾക്കാരാണ് അന്ന് പ്രശ്നമുണ്ടാക്കിയതെന്നും കോഫി ഷോപ്പ് ഓണർ പറയുന്നു. അങ്ങനെ നേരെ ഏക്ക് എത്തുന്നത് മാത്യുവിനടുത്തേക്കാണ്. മാത്യുവിനെ അടിച്ചിട്ട് അതാരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മാത്യു പറയുന്നത്, ഡാർക്ക് വൂൾഫിന്റെ ഗ്യാങ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഈ ഡാർക്ക് വൂൾഫ് ആരെന്നാൽ പണമൊക്കെ ചൂതാട്ടം നടത്തുന്ന ഒരു ടീമാണ്. ഡാർക്ക് വുൾഫിന് ഒരു ഹെഡ് ഉണ്ട്, ബാബൽ. ഈ ബാബലിന് ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട്, ജോണി. ചുരുക്കം പറഞ്ഞാൽ ബാബലിന്റെ മകനെ പോലെ തന്നെയാണ് ഈ ജോണി. ബാബലിന് വേണ്ടിയിട്ട് ജോണി എന്ത് വേണമെങ്കിലും ചെയ്യും. ബാബലിന് ജോണിയെ കൂടാതെ സൈമൺ എന്നൊരു റൈറ്റ് ഹാൻഡ് കൂടിയുണ്ട്. ഇവരെല്ലാവരും ഫ്രാൻസിലെ ഒരു ഗ്യാങ്സ്റ്ററിന്റെ പണമെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇല്ലീഗലായിട്ട് ഒരു ബാങ്ക് ആരംഭിച്ചു. ആ ബാങ്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ അക്കൗണ്ട് ഉള്ളവരുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അഥവാ ആ ഒരു ബാങ്കുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നേരെ ഏക്ക് പോകുന്നത് ഈ ഒരു ബാങ്കിലേക്കാണ്. ബാങ്കിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു മൊട്ട ഒരുത്തനുണ്ട്. അയാളോട് ചെന്നിട്ട്, നിങ്ങൾ ഞാനുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല, പിന്നെ എന്തിനാ എന്റെ മകനെ നിങ്ങൾ ദ്രോഹിക്കുന്നത്? എന്റെ മകനെ വെറുതെ വിടണമെന്നും ഏക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് ആ ഒരു ഇൻചാർജ് ആണെങ്കിൽ നേരെ ജോണിനെ വിളിക്കും. ദേ, ഒരാൾ വന്നു നിന്ന് അയാളുടെ മകന് വേണ്ടിട്ട് കെഞ്ചുകയാ. അത് കേട്ട് ജോണി പറയുന്നത്, എന്തിനാ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? ആരെങ്കിലും വേഷം മാറിയൊക്കെ വന്നതായിരിക്കും. ആദ്യം ആളുടെ ഫോട്ടോ നോക്കട്ടെ, നീ ഒരു ഫോട്ടോ എടുത്ത് അയക്കുവാനായിട്ടും ജോണി പറയുന്നു.
അങ്ങനെ ആ ഒരു ഇൻചാർജ് എകെയുടെ ഫോട്ടോ എടുത്ത് ജോണിക്ക് അയച്ചു. ജോണിക്ക് അത് ആരെന്നറിയാത്തതിനാൽ ജോണി ഉടനെ തന്നെ തന്റെ ഗ്രൂപ്പിലേക്ക് ഇടും. എന്നാൽ എകെയുടെ ഫോട്ടോ കണ്ടതും ഓരോരുത്തരായി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുവാനായും തുടങ്ങി. അത് മനസ്സിലാക്കിയ ജോണി എകെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും ജോണി പറഞ്ഞു. അതനുസരിച്ച് എകെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാനായിട്ട് ആ ഒരു ഇൻചാർജ് തീരുമാനിക്കും. പക്ഷെ അതിനു മുൻപായിട്ട് എകെയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശെല്ലാം തട്ടിയെടുത്തിട്ട് പറഞ്ഞു വിടാമെന്ന് കരുതി എകെയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ നമ്പരൊക്കെ വാങ്ങി ഉടനെ തന്നെ തന്റെ മൊബൈലിലേക്ക് ആ ഒരു ഇൻചാർജ് അടിക്കും. പിൻ നമ്പർ അടിച്ചതും അയാളുടെ അക്കൗണ്ടിൽ കിടന്ന കാശ് മുഴുവൻ എകെക്ക് പോകുന്നു. എന്തോ സംശയം തോന്നി ഉടനെ തന്നെ ആ ഒരു ഇൻചാർജും എകെയും തമ്മിൽ അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കും. ആ ഒരു ബാങ്ക് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും പോലെയായി. ഉടനെ എകെ അവിടെയുള്ള ബോംബിന്റെ റിമോട്ട് എടുത്തിട്ട്, എന്റെ മകനെ നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത്? എന്റെ മകനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു റിമോട്ടിൽ പ്രസ് ചെയ്യുമെന്ന് പറയുന്നു. അത് കേട്ട് ജോണി പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരു പ്രശ്നവും കാണിക്കരുത്, ഞാൻ എല്ലാത്തിനും ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ജോണി ഉടനെ വിഹാനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയോ കോൾ ചെയ്യുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും രമ്യ എകെ ഫോൺ വിളിച്ചിട്ട്, നമ്മുടെ മകനെ ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ടു, നിങ്ങളെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, നിങ്ങളോട് 100 കൊല്ലം ജീവിക്കണമെന്നും രമ്യ പറയുന്നു. എന്നാൽ അത് കേട്ട് എകെ പറയുന്നത്, ഉരുട്ട് നന്നായിട്ട് ഉരുട്ട് എന്നായിരുന്നു. കാരണം സംസാരിച്ചത് രമ്യയല്ല, AI വോയിസ് ആണെന്നുള്ള കാര്യം എകെക്ക് മനസ്സിലായി. എകെക്ക് പണി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജോണി ശ്രമിച്ചതാ. രമ്യ അങ്ങനെയൊന്നും പറയത്തില്ലെന്നുള്ള കാര്യം എകെക്ക് നന്നായിട്ട് അറിയാമല്ലോ. എകെ ബാങ്കിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വിഹാൻ എവിടെയൊക്കെ പോയിരുന്നോ അവിടുത്തെ എല്ലാം CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തിട്ടാണ് വന്നതും. വിഹാൻ പോയ സ്ഥലങ്ങളിലെല്ലാം CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം ജോണിയുടെ സാന്നിധ്യം എകെ മനസ്സിലാക്കിയിരുന്നു. വിഹാന്റെ 10 വയസ്സിലെ പിറന്നാൾ ആഘോഷം നടക്കുന്ന സമയത്തും അതേ സ്ഥലത്ത് ജോണി ഉണ്ടായിരുന്നു. ജോണിയുടെ ഫോട്ടോ ഈ ജയപ്രകാശിനെ കാണിച്ചിട്ട് ഇവൻ ആരാണെന്നൊക്കെ തിരക്കുന്ന സമയത്ത് ഇവനൊരു ഡ്രഗ് കേസിൽ അകത്ത് പോയവനാ, വർഷങ്ങളായിട്ട് ഇവൻ ജയിലിലാണെന്നും ജയപ്രകാശ് പറയുന്നു. അത് കേട്ട് എകെ ഒരു കാര്യം ചിന്തിക്കും, ഇവൻ വർഷങ്ങളായിട്ട് ജയിലിലാണെങ്കിൽ പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം എങ്ങനെ ഇവൻ വന്നു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് എകെ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഇവൻ 1 അല്ല 2 ആണെന്ന കാര്യം എകെ കണ്ടുപിടിച്ചു. യഥാർത്ഥത്തിൽ ഈ ജോണിക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട്, ജിമ്മി. ജോണി അകത്ത് പോയ സമയങ്ങളിലെല്ലാം പുറത്തുനിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജിമ്മിയാണ്. ഇവർ 2 പേരും ഇരട്ട സഹോദരങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ പെരുമാറുന്നതും. അവരുടെ കൂട്ടത്തിലുള്ള ആർക്കും പോലും ഇവർ ഇരട്ട സഹോദരങ്ങളാണെന്നുള്ള കാര്യം അറിയത്തേയില്ല. ഇത്രയും വർഷങ്ങളായിട്ടും ഇവർ 2 പേരും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. ജോണി അകത്ത് പോയ സമയത്ത് ജോണിക്ക് വേണ്ടി ഇവർ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നത് ജിമ്മിയായിരുന്നു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ എകെ ജിമ്മിയെ വീഡിയോ കോൾ വിളിച്ചിട്ട് എകെ മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ ജിമ്മിയാണെങ്കിൽ തന്റെ ഇരട്ട സഹോദരനെ മുന്നിലേക്ക് വിളിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും എകെ മനസ്സിലാക്കിയെന്നും ഈ ജിമ്മി ജോണിയോട് പറയുന്നു. എന്നാൽ എകെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? എന്തിനാ നിങ്ങൾ എന്റെ മകനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജിമ്മി പറയുന്നുണ്ട്, നിങ്ങളല്ല കാരണം, നിങ്ങളുടെ ഭാര്യയായ രമ്യയാണ്. അതിനു പിന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ പ്രശ്നമെന്നും ജിമ്മി പറയുന്നു. ഈ ജോണിക്ക് 18 വയസ്സാകുന്നതിന് മുൻപ്, 18 വയസ്സാകാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇന്ത്യൻ എംബസിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്ന രമ്യ ജിമ്മിയെ ഡ്രഗ് കേസിൽ കുടുക്കി. എന്നാൽ അവർ പറയുന്നത് ജിമ്മിക്കെതിരായിട്ട് വേണ്ടത്ര തെളിവില്ല, അതുകൊണ്ട് തെളിവ് സംഘടിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് രമ്യയോട് പറഞ്ഞു. ഈ രമ്യ വെൻക്യാം ഉപയോഗിച്ച് ജിമ്മിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് കോടതിയിൽ സമർപ്പിച്ചതും ജിമ്മിയെ ജയിലിലേക്ക് മടക്കുകയാണ്. രമ്യയോടുള്ള പ്രതികാരം വീടുവാനായിട്ടാണ് അവർ വിഹാനെ ദ്രോഹിക്കുവാൻ തുടങ്ങിയതെന്നുള്ള കാര്യം ജിമ്മിയും ജോണിയും എകെയോട് തുറന്നു പറയുന്നു. അത് കേട്ടപ്പോഴാണ് എകെക്ക് ഒരു സമാധാനമായത്. ഇത്രയും നാൾ എകെ കരുതിയത് എകെയുടെ ശത്രുക്കളായിരിക്കും വിഹാനെ ദ്രോഹിക്കുന്നതെന്നല്ലേ. രമ്യയും അങ്ങനെയാണല്ലോ കരുതിയിരിക്കുന്നത്. പക്ഷെ അതല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ എകെക്ക് കുറച്ച് സമാധാനമാകും. എകെ ജോണിയോടും ജിമ്മിയോടും പറയുന്നുണ്ട്, ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാ എന്റെ എല്ലാ സ്വഭാവവും കളഞ്ഞ് ഞാൻ ജയിലിൽ പോയത്. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് എന്റെ മകൻ ജയിലിൽ പോയിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് 2 പേർക്കും ബാങ്ക് വേണോ അതോ നിങ്ങളുടെ മൊട്ടയെ വേണോ എന്ന് ചോദിക്കും. ഈ മൊട്ട ആ ബാങ്കിന്റെ ഇൻചാർജാണ്. അപ്പോൾ ജോണി പറയുന്നത് തനിക്ക് ബാങ്ക് വേണമെന്നും ജിമ്മി പറയുന്നത് തന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മൊട്ടയെ വേണമെന്നാണ്. എന്നാൽ ഈ എകെ പറയുന്നത് ബാങ്ക് വേണോ മൊട്ട വേണോ എന്നിങ്ങനെ ചോദിച്ചിരുന്ന് 2 പേരെയും വട്ടടിപ്പിച്ചിട്ട് അവസാനം ആ ഒരു ബാങ്ക് ബോംബ് വെച്ച് തകർത്ത് കളയുന്നു. ആ ഒരു റിമോട്ട് പ്രസ് ചെയ്തതും ആ ഒരു ബാങ്ക് പൊട്ടിത്തെറിക്കുകയാണ്. അത് കാരണം ജോണിക്കും ജിമ്മിക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഈ ജോണിയും ജിമ്മിയും പറയുന്നത്, നീ ഇനി 2 പേരെ ഫേസ് ചെയ്യണം, നിനക്ക് ഞങ്ങൾ പണി തരുന്നുണ്ട് എന്നുള്ള കാര്യം ജോണിയും ജിമ്മിയും പറയുന്ന സമയത്ത് ഐ ആം വെയിറ്റിംഗ് എന്നാണ് എകെ അവരോട് പറയുന്നത്.
ഈ കാര്യങ്ങളെല്ലാം ബാബൽ അറിയുകയാണ്. ബാബലിനാണെങ്കിൽ പണമൊന്നും പ്രശ്നമല്ല. എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നോടുള്ള പേടി പോകുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ബാബൽ പറയുന്നത് 2 ദിവസത്തിനകം AK കൊല്ലണമെന്നാണ്. എന്നാൽ AK ആണെങ്കിൽ ജോണിയും ജിമ്മിയും അന്വേഷിച്ച് നടക്കുകയാണ്. ടൈസണും ഈ രമ്യയുടെ സഹോദരനും ജോണിയും ജിമ്മിയും അന്വേഷിച്ചു പോകുമെങ്കിലും അവരെ കണ്ടെത്താനായും പറ്റിയില്ല. ബാങ്ക് ബോംബ് വെച്ച് തകർക്കുന്നതിന് മുൻപ് തന്നെ ആ മൊട്ടയെ AK രക്ഷിച്ചു കൊണ്ടുവന്നിരുന്നു. എന്തിനെന്നാൽ ജോണിയും ജിമ്മിയും എവിടെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ജോണിയും ജിമ്മിയും കരുതിയിരിക്കുന്നത് ബാങ്കിനോടൊപ്പം ആ ഇൻചാർജും മരണപ്പെട്ടു പോയി എന്നാണ്. പക്ഷെ ആ ഒരു ഇൻചാർജിനോട് AK ചോദിക്കുന്നുണ്ട് ഇവന്മാർ രണ്ടുപേരും എവിടെയാണ്. പക്ഷെ അയാൾ പറയുന്നത് ഇവർ രണ്ടുപേരും ഒരേ സമയം ഒരു സ്ഥലത്ത് കാണത്തില്ല. വേണമെങ്കിൽ ഞാൻ അവരുടെ എല്ലാ കൂട്ടാളികളെയും ഇവിടെ വിളിച്ചു വരുത്താം. ആ ഒരു സമയം കൊണ്ട് വേണമെങ്കിൽ പോയി രണ്ടുപേരെയും തീർത്തോ എന്നും ഈ ഒരു ഇൻചാർജ് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ജോണിയും ജിമ്മിയും AK പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. AK പറ്റി അറിയുവാനായിട്ട് ബോംബെയിലുള്ള ആ ഒരു പഴയ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, അയാളെ വീഡിയോ കോൾ വിളിച്ചിട്ട് AK പറ്റി അന്വേഷിക്കും. അപ്പോൾ AK പറ്റിയുള്ള ഒരു കഥ ഈ ഒരു ഗ്യാങ്സ്റ്റർ പറയുകയാണ്. മുൻപ് കൊറിയയിലുള്ള ഡോണിന്റെ സഹോദരനായിട്ടുള്ള ടിം മുംബൈയിൽ ഒരു മീറ്റിംഗിന് വേണ്ടി എത്തിയിരുന്നു. എന്നാൽ മുംബൈയിൽ മീറ്റിംഗിനെത്തിയ ടിമ്മിനെ കൊല്ലുവാനായിട്ട് മുംബൈയിലുള്ള കുറെ ഗ്യാങ്സ്റ്റർ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ടിമ്മിനെ രക്ഷപ്പെടുത്തിയത് AK ആയിരുന്നു. AK ടിമ്മിനെ രക്ഷപ്പെടുത്തി കൊറിയയിലേക്കും പറഞ്ഞുവിട്ടു. പക്ഷെ ഈ ടിം യഥാർത്ഥത്തിൽ ആരെന്നാൽ കൊറിയയിൽ തന്നെ പേര് കേട്ട ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഡോൺലിയുടെ സഹോദരനാണ്. ടിമ്മിനെ രക്ഷിച്ചത് AK ആണെന്നറിഞ്ഞ ഡോൺലി ആണെങ്കിൽ AKയെ കൊറിയയിലേക്ക് വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരും കൂട്ടാവുകയാണ്. കൊറിയയിൽ എത്തിപ്പെട്ട AK ഡോൺലിയുമായി ചേർന്നിട്ട് അവിടെ വെച്ച് അവരുടെ എതിരാളികളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് AKക്ക് ഡ്രാഗൺ എന്ന പേര് വീണതും. അവിടെ വെച്ച് ന്യൂയോർക്കിലേക്ക് ഒരു അസൈൻമെന്റ് കിട്ടി AK അവിടേക്ക് പോകും. ന്യൂയോർക്കിൽ എത്തിയപ്പോഴാണ് ജോൺ വിക്കിനെ പരിചയപ്പെടുന്നതും. ഈ ജോൺ വിക്കിനെ കൊല്ലുവാനായിട്ട് 100 പേര് വളഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരെയും നേരിടുകയായിരുന്നു ജോൺ വിക്ക്. എന്നാൽ അവരിൽ നിന്നെല്ലാം ജോൺ വിക്കിനെ രക്ഷിക്കുവാനായിട്ട് AKയും പ്രവർത്തിച്ചിരുന്നു. എല്ലാവരെയും അടിച്ചൊതുക്കി ജോൺ വിക്കിനെ AK രക്ഷിക്കുകയും ചെയ്തു. അതിലൂടെയാണ് റെഡ് ഡ്രാഗൺ എന്ന പേരും AKക്ക് കിട്ടിയതും. ആ ഒരു പ്രശ്നത്തിലൂടെ 8 മാസം AK ജയിലിൽ കിടക്കുകയും ചെയ്തു. ആ ജയിലിൽ വെച്ചാണ് ബാങ്ക് കൊള്ളയടിക്കുവാനായി തീരുമാനിച്ച ഒരു പ്രൊഫസറിനെ AK പരിചയപ്പെട്ടതും. പ്രൊഫസറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയ AK ആണെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കുന്നതിന് മറ്റുള്ള ഗ്യാങ്ങിൽ നിന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തത് AK ആയിരുന്നു. ഇത്തരം ഒരാളിന്റെ കൂടെ ഒരിക്കലും നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ പോകരുതെന്നും ആ ഒരു സീനിയർ ആയിട്ടുള്ള ഗ്യാങ്സ്റ്റർ പറയുന്നു. പക്ഷെ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജോണിയും ജിമ്മിയും പറയുന്നത് ഇനി എന്തായാലും AKയെ കൊന്നേ അടങ്ങത്തുള്ളു. AKയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സൈമൺ എന്നൊരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ജോണിയും ജിമ്മിയും പറയുന്നു. അങ്ങനെ സൈമൺ എത്തുകയാണ്. സൈമൺ ആണെങ്കിൽ വല്ലാത്ത കലിപ്പിലും. എന്തെന്നാൽ AKയുടെ ഫോട്ടോയാണല്ലോ അയച്ചു കൊടുത്തിരിക്കുന്നതും. നിങ്ങൾ ഒരാളെ തട്ടണമെന്ന് പറഞ്ഞിട്ട് AKയുടെ ഫോട്ടോയാണോ അയച്ചു തന്നിരിക്കുന്നത് എന്നാണ് സൈമൺ ചോദിക്കുന്നതും. അതേ സമയം തന്നെയായിരുന്നു ആ ഒരു മൊട്ട പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം ഗ്യാങ്ങുകൾ മൊട്ട പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതും. എന്നിട്ട് മൊട്ട ഉടനെ തന്നെ ജോണിയെ ജിമ്മിയെ വിളിച്ചിട്ട് ദേ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആ AKയെ ഇപ്പോ തന്നെ നമ്മൾ തട്ടും. പക്ഷെ അവൻ അതൊന്നും അറിയാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവൻ നമ്മളെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുന്നുണ്ട്. എടുക്കട്ടെ എന്നുള്ള കാര്യം മൊട്ട പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജോണിയും ജിമ്മിയും അവനെ ഇപ്പൊ തന്നെ കൊല്ലുമെന്ന പ്രതീക്ഷയിൽ സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ അതേ സമയം തന്നെ ജോണിയുടെയും ജിമ്മിയുടെയും വീഡിയോ കോളിൽ സൈമണും ആ ഒരു ബോംബെയിലുള്ള ഗ്യാങ്സ്റ്ററും ഉണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് ഇവർ രണ്ടാളും ചിരിക്കും. ചിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. AKക്ക് ഒരു സ്റ്റൈലുണ്ട്. ഒരാളെ കൊല്ലുന്നതിന് മുൻപും കൊല്ലുന്നതിന് ശേഷവും അവരുടെ ഫോട്ടോ എടുത്തു വെക്കും. എന്നാൽ ഉടനെ തന്നെ ആ ഒരു ഇൻചാർജായ മൊട്ടയുടെ ഫോണിൽ നിന്നും വെടിവെക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അത് കേട്ട് എന്തെന്ന് തിരക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം കൺമുന്നിൽ വെച്ചാണ് ആ ഒരു മൊട്ടയെ AK വെടിവെച്ച് കൊല്ലുന്നതും. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ AK വെടിവെച്ച് കൊന്നതിൽ ജിമ്മിക്ക് വല്ലാത്ത ദേഷ്യം. അതുകൊണ്ട് തന്നെ AKയുടെ ഭാര്യയും മകനെയും കൊല്ലുവാനായിട്ട് ജിമ്മിയും ജോണിയും പ്ലാൻ ചെയ്യുന്നു. ഒരു വശത്ത് ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന വിഹാൻ, മറ്റൊരു വശത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഭാര്യയായിട്ടുള്ള രമ്യ. വിഹാനെ ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണല്ലോ. അതുകൊണ്ട് വിഹാന്റെ എല്ലാ സേഫ്റ്റിയും ടൈസനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം AK നേരെ രമ്യയെ വിളിക്കും. പക്ഷെ കോൾ എടുക്കുന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. അത് മറ്റാരുമല്ല AKയുടെ പഴയ കാമുകിയായിട്ടുള്ള പ്രിയയായിരുന്നു. ഈ പ്രിയ യഥാർത്ഥത്തിൽ ഡാർക്ക് വൂൾഫിന്റെ ആളാണ്. എന്നിട്ട് പ്രിയ പറയുന്നുണ്ട് ഞാൻ ഒരാളെ കൊല്ലുവാനായിട്ട് ഡാർക്ക് വൂൾഫിൽ നിന്നും അസൈൻമെന്റ് കിട്ടി വന്നതാ. ഫോട്ടോ നോക്കിയപ്പോൾ നിന്റെ ഭാര്യ രമ്യ. എന്റെ എക്സിന്റെ വൈഫിനെ ഞാൻ എങ്ങനെ കൊല്ലാനാ? അതുകൊണ്ടാ എനിക്ക് കൊല്ലാൻ തോന്നാതെ ഞാൻ ഇവിടേക്ക് വന്ന് എല്ലാ സത്യവും തുറന്നു പറഞ്ഞത്. പിന്നെ നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രമ്യക്ക് സിൻസിയർ ആയിട്ട് ജീവിക്കുകയല്ലേ. അതുകൊണ്ട് എന്തായാലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് AKക്ക് അവളൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. പക്ഷെ എന്നാലും AK ലോയലാണ്. രമ്യയെ കണ്ടതും AKയെ ഓർമ്മ വന്ന്
പഴയ പ്രണയിച്ചിരുന്ന നിമിഷങ്ങളൊക്കെ ഓർമ്മ വന്നതുകൊണ്ടാണ് എല്ലാ സത്യവും പ്രിയ തുറന്നു പറഞ്ഞതും. വിഹാനെ ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണല്ലോ. വിഹാനെ കൊണ്ടുപോകുന്ന വണ്ടിയെ ജിമ്മിയുടെ ആളുകൾ ഫോളോ ചെയ്യും. എങ്ങനെയെങ്കിലും വിഹാനെ കൊല്ലണം, അത് തന്നെയാണ് അവരുടെ പ്ലാൻ. AK അവിടെ എത്തി ആ ഒരു ഗ്യാങ്ങുമായിട്ട് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. കൃത്യസമയത്ത് AK എത്തിയതിനാൽ വിഹാനെ AKക്ക് രക്ഷിക്കുവാനായും പറ്റി. അതേസമയം തന്നെയായിരുന്നു പ്രിയയുടെ കോൾ AKക്ക് വരുന്നതും. ജിമ്മി ഇപ്പോൾ ഉള്ളത് ബാബലിന്റെ ഷിപ്പിലാണ്. അവിടെ പോയാൽ ജിമ്മിയെ പിടികൂടാനാകുമെന്നും പ്രിയ പറയുന്നു. അതനുസരിച്ച് ബാബലിന്റെ ഷിപ്പിലേക്ക് എത്തുകയാണ് AK. എന്നാൽ അവിടെ വെച്ച് AK ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നു. മരിച്ചുപോയെന്ന് പറയപ്പെടുന്ന വിഹാന്റെ ഗേൾഫ്രണ്ടായ നിത്യയില്ലേ, നിത്യയെ ജിമ്മിക്കൊപ്പം കാണുകയാണ്. ജിമ്മിയോടൊപ്പം നിന്ന് കുഴഞ്ഞാടി ഡാൻസ് കളിക്കുകയാണ് നിത്യ. ജിമ്മിയുടെ ഗേൾഫ്രണ്ടുകളിൽ ഒരാളാണ് ഈ നിത്യയും. ജിമ്മി പറഞ്ഞിട്ടാണ് നിത്യ വിഹാനുമായിട്ട് അടുത്തതും. ഈ ഒരു പ്ലാനെല്ലാം ജിമ്മിയുടേത് തന്നെയായിരുന്നു. സത്യമെല്ലാം ഇപ്പോൾ AKക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാൽ ഈ ജിമ്മി ഒരാളല്ല, 2 പേരാണ്. ഇവർ ഇരട്ട സഹോദരങ്ങളാണെന്നുള്ളത് അവരുടെ ഗ്യാങ്ങിന് അറിയാത്ത കാര്യമല്ലേ. AK ആ ഒരു സസ്പെൻസ് പൊട്ടിക്കും. ഇതറിയുന്ന ബാബലിനും വല്ലാതെ ദേഷ്യം വരും. കാരണം സ്വന്തം മകനെ പോലെയാണല്ലോ ഈ ജോണിയെ ബാബൽ കരുതിയിരുന്നതും. എന്നാൽ ജോണിക്ക് ജിമ്മി എന്ന പേരിലൊരു സഹോദരൻ ഉണ്ടെന്നും ഇവർ 2 പേരും ആൾമാറാട്ടം ചെയ്താണ് അവിടെ നിൽക്കുന്നതെന്നും ഇപ്പോൾ ബാബലിന് മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ബാബലിന്റെ ഗ്യാങ് എല്ലാം ചേർന്ന് ഈ ജിമ്മിയെ കൊല്ലുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ഈ ജിമ്മി അവരുടെ ദിശ തെറ്റിക്കുവാനായി നോക്കും. ഈ ബാങ്ക് ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞത് AK ആണെന്ന് ജിമ്മി ഗ്യാങ്ങിനോട് എല്ലാവരോടും പറയുന്നു. അവരെല്ലാവരും AKയെ കൊല്ലുവാനായിട്ട് നോക്കും. അതേസമയം തന്നെയായിരുന്നു പ്രിയ പറഞ്ഞിരുന്ന ഒരു കോഡ് വേർഡ് AKയുടെ മനസ്സിൽ ഓർമ്മ വരുന്നതും. ബെയ്ബ്സ് എന്ന് AK പറഞ്ഞതും ഉടനെ തന്നെ പ്രിയയുടെ ലേഡീസ് ഗ്യാങ് എല്ലാം ബാബലിന്റെ ആളുകളെ കളയുന്നു. ആ ഒരു ഗ്യാപ്പിൽ AK ആണെങ്കിൽ ജിമ്മിയെയും നിത്യയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കോടതിയിൽ അവരെ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അടച്ചിടുകയാണ് AK. എന്നാൽ മറ്റൊരു വശത്ത് നിത്യ മരണപ്പെട്ടതോർത്ത് ജയിലിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിഹാനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് കിങ്സ്ലിയെയും AK അവിടെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ കിങ്സ്ലി ആണെങ്കിൽ തന്റെ മൊബൈൽ വന്ന ഒരു വീഡിയോ ആണെങ്കിൽ വിഹാന് കാണിച്ചു കൊടുക്കും. അതെന്തെന്നാൽ ജിമ്മിക്കൊപ്പം ഡാൻസ് കളിക്കുന്ന, അതും കുഴഞ്ഞാട്ട് ഡാൻസ് കളിക്കുന്ന നിത്യയാണ്. നിത്യ മരണപ്പെട്ടിട്ടില്ല, ഇതെല്ലാം തനിക്ക് നേരെയുള്ള ചിക്കായിരുന്നുവെന്നും വിഹാന് മനസ്സിലായി. എന്നാൽ രമ്യ AKക്ക് അടുത്തെത്തിയിട്ട് AKയോട് ബോംബെയിലേക്ക് പോകുവാനായി പറഞ്ഞു. രമ്യ പറഞ്ഞാൽ AKക്ക് മറ്റൊരു വാക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ രമ്യ പറഞ്ഞതനുസരിച്ച് AK ഉടനെ തന്നെ ബോംബെയിലേക്കും പോകും. ഒരു വശത്ത് AK ബോംബെയിലേക്ക് പോകുന്നു, മറ്റൊരു വശത്ത് തന്റെ മകൻ ഇപ്പോഴും ജയിലിലാണ്. അത് കാരണം രമ്യയാണെങ്കിൽ AK ജിമ്മിയെയും നിത്യയും അടച്ചു വെച്ചിരിക്കുന്നതറിഞ്ഞ് അവരെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ എത്തുന്ന സമയത്ത് ജിമ്മിയോട് രമ്യ ചോദിക്കുന്നുണ്ട്, നീ ആരാടാ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് രമ്യ കാരണം ജയിലിൽ പോകേണ്ടി വന്ന ഒരു കുറ്റവാളിയായിരുന്നു ജിമ്മി എന്നുള്ള കാര്യം രമ്യക്ക് മനസ്സിലായി. എന്നാൽ രമ്യ നിത്യയെ അവിടെ നിന്ന് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി വിഹാനെ രക്ഷിക്കുവാനായി തീരുമാനിച്ച് നിത്യയെ കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്ന സമയം തന്നെയായിരുന്നു ജിമ്മിയെ രക്ഷിക്കുവാനായിട്ട് ജോണി അവിടേക്ക് വന്നതും. എന്നാൽ ജോണിയാണെങ്കിൽ രമ്യയെ ഉപദ്രവിക്കുമെന്നായ സമയത്ത് രമ്യയുടെ സഹോദരനും അവിടെ എത്തി. ഇവർ 2 പേരും നിത്യയെ അവിടെ നിന്ന് കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ ജോണിയും ജിമ്മിയും ചേർന്ന് രമ്യയെയും രമ്യയുടെ സഹോദരനെയും വെടിവെക്കുന്നു. അവർക്ക് അതിൽ നിന്നും ഒരുപാട് പരിക്കുകളും പറ്റുകയാണ്. ജോണിയും ജിമ്മിയും നിത്യയും കൊണ്ട് അവിടെ നിന്ന് പോകുവാനായി ശ്രമിക്കുന്ന സമയത്ത് നിത്യയാണെങ്കിൽ കാല് തന്നെ വീഴുവാനായും പോകും. അതും കടലിനും പാറയ്ക്കും നടുവിലേക്കാണ് വീഴുവാനായി പോകുന്നതും. പക്ഷെ നിത്യയെ പിടിച്ചത് ജോണിയായിരുന്നു. ജോണി നിത്യയെ പിടിക്കുന്നതിനിടയ്ക്ക് കാല് തന്നെ താഴേക്ക് പോകുമെന്നായ സമയത്ത് ജിമ്മിയാണ് ജോണിയെ പിടിക്കുന്നതും. എന്നിട്ട് ജിമ്മി ജോണിയോട് പറയുന്നുണ്ട്, എടാ, ഇവൾ ഒരാളാണ് നമുക്കുള്ള എവിഡൻസ്. ഇവൾ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കെതിരെ കൊടുക്കുവാനായിട്ട് കോടതിയിൽ ഒരു തെളിവുമില്ലല്ലോ. ഇവളെ അങ്ങ് കൊന്നു കളയുവാനായി പറയുന്നു. ഉടനെ തന്നെ ജോണി നിത്യയുടെ പിടിവിടുകയും അങ്ങനെ ജോണി നിത്യയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ രമ്യയാണെങ്കിൽ AK കാരണമല്ല തന്റെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായതെന്ന് മനസ്സിലാക്കുകയാണ്. രമ്യ കാരണമാണല്ലോ ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. എന്തുകൊണ്ടാ എന്നോട് AK ഇത് തുറന്നു പറയാത്തതെന്നും രമ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രമ്യയുടെ സഹോദരൻ എല്ലാ കാര്യങ്ങളും AKക്ക് അറിയാമായിരുന്നു. പക്ഷെ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോടത് പറയാത്തതെന്നും രമ്യയോട് പറയും. അതെല്ലാം കേട്ട് ഇത്രയും നാളും AKയെ തെറ്റിദ്ധരിച്ചതിൽ രമ്യക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. തിരിച്ചു പോകുവാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയായിരുന്ന AKയെ രമ്യ തിരിച്ചു വിളിക്കും. വിഹാനെ ജയിലിൽ വെച്ച് കൊല്ലുവാനായിട്ട് ഒരു ടീം ശ്രമിക്കുന്നുണ്ടല്ലോ. എന്നാൽ വിഹാൻ ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈസറും ആ ഒരു ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. വിഹാന്റെ ഫുൾ കാര്യങ്ങളും നോക്കുന്നത് ടൈസൺ ആയിരുന്നു. മറ്റൊരു വശത്ത് തന്റെ ശത്രുക്കളെയെല്ലാം ഓരോന്നോരോന്നായിട്ട് നശിപ്പിച്ചിട്ട് വരികയായിരുന്ന AKയെ ബാബലിന്റെ ആളുകൾ തടയുകയാണ്. AK വരുന്ന കാറിൽ അവർ ഒരുപാട് വെടിവെക്കും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് AKയുടെ കാറിൽ നിന്നും ഒരുപാട് ഗണ്ണുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവിടെ വലിയൊരു വെടിവെപ്പ് തന്നെ നടക്കുകയാണ്.
ജോണിയും ജിമ്മിയും കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ്. അത്രയും നാളും ജയിലിൽ കിടന്ന വിഹാനെയും മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് പിരിഞ്ഞുപോയ ആ ഒരു കുടുംബം ഒന്നു ചേരുകയാണ്. വിഹാനും രമ്യയും ഏക്കയും ഒരുമിച്ചുള്ള ഒരു ജീവിതം അവിടെ ആരംഭിക്കുന്നു. ഏക്കയ്ക്ക് വേണ്ടിയിട്ട് അമ്മയും മകനും കാത്തിരിക്കുകയാണ്. അവിടേക്ക് വരുന്ന ഏക്കയെ കണ്ടുകൊണ്ട് മകൻ ഓടി ചെല്ലും. അച്ഛൻ എനിക്ക് തന്ന വാക്ക് അച്ഛൻ പാലിച്ചുവെന്നും ഏക്കയോട് മകൻ വിഹാൻ പറയുന്നു. ഏക്കയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ച് സന്തോഷമായി ഇരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജിമ്മിയും ജോണിയെയും മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണ്. ഇവരെ കൊണ്ടുപോകുന്ന സമയം തന്നെ ഇവരുടെ ആളുകളാണെങ്കിൽ ആ വണ്ടിക്ക് നേരെ ആക്രമണം നടത്തുന്നു. വണ്ടി പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ ജിമ്മിയും ജോണിയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കരുതിയത് ആ ഒരു അപകടത്തോടു കൂടി ജിമ്മിയും ജോണിയും മരണപ്പെട്ടു എന്നാണ്. പക്ഷെ അവർ രണ്ടുപേരും സേഫായിട്ട് മറ്റൊരു സ്ഥലത്തുണ്ട്. ഈ സ്ഥലം എ.കെ കണ്ടുപിടിക്കുന്നു. എ.കെ ജിമ്മിയും ജോണിയും തിരക്കി അവരുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് എ.കെ പറയും, നിയമപ്രകാരം കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കോടതിയിൽ ഹാജരാക്കി, എന്നാൽ ഇത് ഔട്ട് ഓഫ് ലോ ആണ്. ഇത് എ.കെയുടെ പ്രതികാരം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും എ.കെ വെടിവെച്ച് കൊല്ലുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.